നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. 2017 ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ. നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് എല്ലാം തന്നെ ഫോൾ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാത്തിരുന്നത് യു എസിലെ ഇൻഫ്ലേഷനാണ്. യു എസിലെ ഇൻഫ്ലേഷൻ ആക്ച്വലി 0.02% ഒരു സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് ഈ അവിടുത്തെ അനലിസ്റ്റുകളുടെ ഫോർകാസ്റ്റ് അനുസരിച്ച് വന്നു എന്നുള്ളതാണ്. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2.8 ആണ് ഫോർകാസ്റ്റ് ചെയ്തത്. അത് 2.7 ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ യു എസ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. ഓൾറെഡി തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സി പി ഇൻഫ്ലേഷൻ ഡേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു 100 പോയിൻ്റ് അപ്പിലാണ് ഇന്നലെ ക്ലോസ് ആയത്. അതായത് ഇന്ന് വെളുപ്പിന് 2 മണി വരെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. 100 പോയിൻ്റ് അപ്പ് സൈഡിലാണ് ക്ലോസ് ആയത്. ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കൊരു 100 പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽപ്പ് നിഫ്റ്റിയുടെ. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 1.39%, ഡോ കാണാം 1%. യൂറോപ്യൻ മാർക്കറ്റിൽ ജർമ്മൻ മാത്രം ഡാക്സ് ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവെ പോസിറ്റീവ് മിക്സ്ഡായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അപ്പോളോ ഹോസ്പിറ്റൽ നെറ്റ് പ്രോഫിറ്റ് അവർ 42% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 433 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഇയർ ഓൺ ഇയർ ഉയർന്ന് 1496 കോടി രൂപ കരസ്ഥമാക്കി. NHPC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.2% ഇയർ ഓൺ ഇയർ ഉയർന്ന് 1065 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 19.3% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. സിസിലോൺ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 55% ഇയർ ഓൺ ഇയർ ഉയർന്ന് 3132 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ റവന്യൂ ഉയർന്നിട്ടുണ്ട്. ഐഡിയ കമ്പനി 26% ആദിത്യ ബിർള റിന്യൂവബിൾ SPPയുടെ സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പവർ സപ്ലൈ അടുത്ത 6 മന്തിലേക്ക് വേണ്ടിയിട്ട് സെക്യൂർ ആക്കാനായിട്ടാണ്. NMDC കമ്പനി അവർ നെറ്റ് പ്രോഫിറ്റ് ഈ തവണ 1968 കോടി രൂപയാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. റവന്യൂ 24.5% ഒരു സ്പൈക്ക് ഉണ്ട്. നെയ്ക്ക കമ്പനി നെറ്റ് പ്രോഫിറ്റ് 79% ഇയർ ഓൺ ഇയർ ഉയർന്ന് 24 CR കരസ്ഥമാക്കി. PE ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 400 CR ആണ്, 10% ഡൗൺ ആണ്. കൂടാതെ തന്നെ റവന്യൂ 8.1% ഡൗൺ ആണ് ഇത്തവണ അക്യൂർ ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നെറ്റ് പ്രോഫിറ്റ് 187 CR ആണ്, ഏകദേശം ഒരു 8% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ ഏകദേശം ഒരു 38% വർദ്ധിച്ച് 1068 കോടി രൂപ കരസ്ഥമാക്കി. നസാറ ഗെയിമിംഗ് കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റ് 118% ഇയർ ഓൺ ഇയർ ഉയർന്ന് 51 CR കരസ്ഥമാക്കിയിട്ടുണ്ട്. ജുപ്പിറ്റർ വാഗൺ കമ്പനി 89 CRൽ നിന്ന് 32 CRലേക്ക് പ്രോഫിറ്റ് ഡൗണായി. സെൻകോ ഗോൾഡ് 53 CRൽ നിന്ന് 103 CRലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ONGC 6448 നിന്ന് 8024 പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മളുടെ 2 ഇവൻറ്റ്, ഇന്ത്യയുടെയും US-ൻ്റെയും ഇൻഫ്ലേഷൻ, അറ്റ്ലീസ്റ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റിന് ഫേവറബിളായ രീതിയിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് മന്ത് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളുണ്ട്. റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്താണ് US മാർക്കറ്റിൻ്റെ പോക്ക്. പക്ഷേ ഇനിയും ഈ ഒരു താരിഫും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലൈൻ ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റിന് സഞ്ചരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചാനലിൽ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.